ട്രേഡിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഈ കോമ്പറ്റീറ്റീവ് വേൾഡ്, ഇപ്പോൾ നമ്മുടെ വേൾഡിലെല്ലാം കോമ്പറ്റീറ്റീവ് ആണ്. ഈ കോമ്പറ്റീറ്റീവ് വേൾഡിനോട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആളുകളാണ് ഇതുപോലെ പിന്നോട്ട് പോകുന്നുള്ള. ട്രേഡിങ്ങിൽ ഒരാളും ചെയ്യാത്ത ഒരേ ഒരു ഏറ്റവും വലിയ, ഇവൻ എൻ്റെ ഫ്രണ്ട്സിലുള്ള അഡ്വൈസ് ചോദിക്കുന്നത് അവർക്ക് എന്തോ ചെയ്യും. ഏറ്റവും കോമഡി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 months മാത്രമായിരിക്കും അവർ ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഈ 6 months വട്ടവർ ചിലപ്പോൾ അവർ പ്രോഫിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ലോസ് ആയിരിക്കാം. പക്ഷെ അവർ വന്നിട്ട് ബാക്കിയുള്ളവരോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ട്രേഡർ എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട ഒരു ആറ്റിറ്റ്യൂഡാണ്. കാരണം ലൈക്ക് ഞാനിത് കുറ്റപ്പെടുത്തുന്ന ഒന്നുമല്ല, പക്ഷേ ഇതൊക്കെയാണ് നമ്മുടെ ട്രേഡിങ്ങിനെ പിന്നോട്ട്, അതായത് ആളുകളുടെ ഇടയിൽ നെഗറ്റീവായിട്ട് വരാനുള്ള ഏറ്റവും വലിയ റീസൺ. കാരണം ഏതൊരു പ്രൊഫഷനാണെങ്കിൽ, ഇപ്പോൾ ഒരു സിനിമ മേഖലയിൽ പുതിയത് പോകുന്നതാണെങ്കിലും ഇനി ഏത് മേഖലയാണെങ്കിലും നമ്മൾ അവിടെയുള്ള എക്സ്പീരിയൻസ് പീപ്പിളിൻ്റെ അഡ്വൈസ് എടുക്കുന്നത് നിർബന്ധകരമായ ഒരു കാര്യമാണ്. ഞാനൊരു കാര്യം പറയാം, ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഞാൻ അഡ്വൈസ് എടുക്കാറുണ്ട്. ഞാൻ സ്റ്റുഡൻസിന് അവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്താക്കും, അത് കേൾക്കും. ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എനിക്കൊരു പുതിയൊരു സ്ട്രാറ്റജി ഞാനൊരു പുതിയ സ്ട്രാറ്റജി അവർക്ക് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് നമുക്ക് സ്ട്രാറ്റജി കാര്യങ്ങൾ അവരൊരു ഡിസൈൻ ആക്കിയിട്ട് എനിക്ക് പറഞ്ഞു. ഞാൻ നോക്കുന്ന സമയത്ത് ഓക്കെ ഇത് വർക്കിംഗ് ആണ്, അപ്പം ഞാനും അത് ഏറ്റെടുത്ത്. കാരണം നമുക്ക് ഒരുപാട് കാര്യം ഇങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ പറഞ്ഞ പോലെ സ്കിൽസ് ഡെവലപ്പ് ആക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ.